ഒമാനിൽ പഞ്ചവാദ്യ പഠനത്തിന് അടിത്തറ പാകിയ തിച്ചൂർ സുരേന്ദ്രൻ നാടണയുന്നു. 2 പതിറ്റാണ്ടോളം ഒമാനിൽ മേളപ്പെരുക്കം തീർത്താണ് പഞ്ചവാദ്യത്തിന്റെ ആശാൻ മടങ്ങുന്നത്. മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് തിച്ചൂർ സുരേന്ദ്രൻ. ഒമാന്റെ മണ്ണിൽ പഞ്ചവാദ്യകല അഭ്യസിപ്പിച്ച തിച്ചൂർ സുരേന്ദ്രൻ 2005-ലാണ് മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന് രൂപം നൽകുന്നത്. 360-ലേറെ ശിഷ്യന്മാർ ഇക്കാലയളവിൽ തിച്ചൂർ സുരേന്ദ്രനിൽ നിന്ന് പഞ്ചവാദ്യകല അഭ്യസിച്ചു. രാജ്യത്തെ പ്രധാന കലാവേദികളിലെല്ലാം തിച്ചൂർ സുരേന്ദ്രനും ശിഷ്യന്മാരും പഞ്ചവാദ്യവുമായി നിറസാന്നിധ്യമായിരുന്നു. പരം ശിഷ്യന്മാരെ ഞാൻ പഠിപ്പിച്ച് ഇവിടെ അഭ്യസിപ്പിച്ച് അവർക്ക് പ്രാവീണ്യം നേടിക്കൊടുത്തു. ഈ 23-24 കൊല്ലത്തിനുള്ളിൽ ഏകദേശം 2000-ൽ പരം പരിപാടികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണത്. ഈ മണ്ണിൽ നമ്മൾ വന്ന് നമ്മുടേതായിട്ട് തനതായിട്ടുള്ള കല എനിക്ക് എല്ലാവരെയും പഠിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്നുണ്ട്. തൃശൂർ വരവൂർ നെല്ലുവായ്ക്കടുത്ത കലാഗ്രാമമായ തിച്ചൂരാണ് സ്വദേശം. കൊടക്കാട് കളത്തിൽ തറവാട്ടിൽ ബാലകൃഷ്ണ മേനോന്റെയും ചിന്നമണിയമ്മയുടെയും മകനായ സുരേന്ദ്രൻ 1984 നവംബറിൽ 23-ാമത്തെ വയസ്സിൽ മസ്കറ്റിലെത്തി. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ ഉപദേശം ഉൾക്കൊണ്ടാണ് മസ്കറ്റിൽ പഞ്ചവാദ്യ പഠനത്തിന് വാതിൽ തുറന്നിട്ടത്. ഭാര്യ വിജയശ്രീയും കലാരംഗത്ത് സജീവമായിരുന്നു. എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് ഞാൻ 3.5 വയസ്സിലാണ് എൻ്റെ കലാജീവിതം തുടങ്ങുന്നത്. ഡാൻസ്, കഥകളി പഠിച്ചിട്ടുണ്ട്, മോഹിനിയാട്ടം, ഭരതനാട്യം. അതിന് പുറമെ നാടകത്തിൽ 4ാം ക്ലാസ്സിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്. അത് ഒരു കലാകാരനെ കിട്ടിയ കാരണം അത് തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. ഒരുപാട് ശിഷ്യന്മാരെ വളർത്താം. 300-ൽ പരം ശിഷ്യന്മാരെ എനിക്ക് പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, എല്ലാവരും ഇപ്പോഴും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് എൻ്റെ ശിഷ്യന്മാർ ധാരാളം ഉണ്ട്. എല്ലാവരുടെയും സ്നേഹവും സന്തോഷവുമാണ് എൻ്റെ കൂടെയുള്ളത്. ഉദയശ്രീ, ശ്രീചന്ദ് എന്നിവരാണ് മക്കൾ. പ്രവാസ മണ്ണിലെ കലാജീവിതത്തിന് വിരാമമിട്ട് തിച്ചൂർ സുരേന്ദ്രൻ നാട്ടിലേക്ക് മടങ്ങുന്നത് വിശ്രമിക്കാനല്ല, മറിച്ച് താളവും ചുവടുമായി നാട്ടിലും കലാസപസ്യ തുടരാനാണ്.